മിനി എക്സ്പ്ലോററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഗായത്രിപ്പുഴയുടെ കുറുകെയുള്ള പാലത്തിൽ കൂടിയാണ്. തിരുവില്ലാമലയ്ക്കും പഴയന്നൂരിനും ഇടയിൽ ഗായത്രിപ്പുഴയ്ക്ക് മുകളിലുള്ള പാലത്തിൽ കൂടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് കേരളത്തില് തൃശ്ശൂർ ജില്ലയിൽ പഴയന്നൂർ ഗ്രാമത്തില് വടക്കേത്തറയില് ഭാരതപ്പുഴയുടെ പോഷക നദിയായ ഗായത്രിപ്പുഴയിൽ നിർമ്മിച്ച ചീഴക്കുഴി ഡാം, ആ തടയണ കാണുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. വളരെ മനോഹരമായ ഒരു ഡാമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ചീഴക്കുഴി പാലത്തിന്റെ മുകളിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. നമുക്ക് ഇവിടുന്ന് നേരെ ചീഴക്കുഴി തടയണയുടെ അടുത്തേക്ക് പോകാം, ചീഴക്കുഴി ഡാമിന്റെ അടുത്തേക്ക് പോകാം. പഴയന്നൂരിൽ നിന്ന് വളരെ അടുത്താണിത്. അല്പം ഉള്ളിലേക്ക് പോകണം. നമുക്ക് അവിടെ ഗൂഗിൾ മാപ്പ് ഇട്ട് കഴിഞ്ഞാൽ തന്നെ ചീഴക്കുഴി ഡാം എന്ന് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നേരെ പോകാവുന്നതാണ്. പാലക്കാട് ഒറ്റപ്പാലം ഭാഗത്ത് നിന്ന് വരികയാണെങ്കിൽ ഈ തിരുവില്ലാമലയിൽ നിന്ന് ഈ പാലം ക്രോസ് ചെയ്ത് പഴയന്നൂർക്ക് വരണം. തൃശ്ശൂർ ഭാഗത്തു നിന്നാണെങ്കിൽ വടക്കാഞ്ചേരിയിൽ നിന്ന് പഴയന്നൂരെത്തി നമുക്ക് ഇവിടെ എത്താവുന്നതാണ്. നമ്മളങ്ങനെ ആ ഡാമിൻ്റെ അടുത്തെത്തി. നമുക്ക് ഈ വീഡിയോയിൽ ഈ ഡാമിൻ്റെ കാഴ്ചകൾ കാണാം. ഡാമിൻ്റെ കാഴ്ചകൾ കാണുന്നതിന് മുമ്പ് ഞാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരോട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് അഭ്യർത്ഥിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് ഈ ഡാമിൻ്റെ ചുറ്റും നടന്ന് ഡാമിൻ്റെ കാഴ്ചകളൊന്ന് അല്പം നേരം കാണാം. ഞങ്ങളിവിടെ ചെന്ന സമയത്ത് ഈ പുഴയിൽ വെള്ളം വളരെ കുറവായിരുന്നു. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഈ പുഴയുടെ ഒരു ഭാഗത്ത് കൂടെ തടയണയുടെ ഒരു സൈഡിൽ 2 സ്പിൽവേ കൂടെ മാത്രമാണ് വെള്ളം ഒഴുകുന്നത്. ഇവിടെ കൃഷി ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഈ ഗായത്രിപ്പുഴയിൽ നിന്നുള്ള വെള്ളം ഈ പുഴ ചെന്നിരുന്നത് ഭാരതപ്പുഴയിലാണ്. ഭാരതപ്പുഴയുടെ ഒരു പോഷക നദിയാണ് ഈ ഗായത്രിപ്പുഴ. ഇവിടെ മെയിൻ്റനൻസിനായിട്ടോ മറ്റോ ഇവിടെ അടച്ചിട്ടിരിക്കുകയാണ്. ഇവിടെ പ്രവേശനമില്ലെന്നൊക്കെയാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഒരു പക്ഷേ മിക്കവാറും ഡാമുകളിലൊക്കെ അങ്ങനെ പ്രവേശനം നിരോധിച്ചിരിക്കുകയാണ്. റിസ്ക് ഒഴിവാക്കുന്നതിന് വേണ്ടിയായിരിക്കും. തന്നെയല്ല, ഈ ഡാം കാണുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങോട്ട് കയറാനായിട്ട് ബുദ്ധിമുട്ടാണ് കുട്ടികൾക്കും അതുമാതിരി സ്ത്രീകൾക്കെല്ലാം. ഇങ്ങോട്ട് കടന്നു വന്ന് കാണുന്നതിന് വേണ്ടി ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇവിടെ കാണുന്ന പോലെ ഒരു ചെറിയ തോട്, നിങ്ങൾ ഈ കാണുന്ന ഒരു തോട് ഈ ഗായത്രിപ്പുഴയിൽ നിന്ന് ഈ തടയണയുടെ പുറത്തേക്ക് ഒഴുകുന്നുണ്ട്. അതിന് കുറുകെ പണ്ടത്തെ കാലത്തേക്കെല്ലാം ഒരു തടിയിട്ടൊരു പാലം ഇടുന്ന പോലെ ഒരു കോൺക്രീറ്റിന്റെ ഒരു ചെറിയൊരു സ്ലാബ് മാത്രമാണ്. അതിൽ കൂടെ വളരെ താഴെ വീഴാതെ വേണം നടന്ന് ഇങ്ങോട്ട് കയറാനായിട്ട്. അല്പം റിസ്ക്കാണ് കുട്ടികൾക്കും സ്ത്രീകൾക്കെല്ലാം വരികയാണെങ്കിൽ. അതുപോലെ തന്നെ ബാലൻസ് ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ വെള്ളത്തിലേക്ക് വീഴും. പുറമെ നിന്ന് തൽക്കാലം കാഴ്ചകൾ കണ്ട് പോകാനേ കഴിയുകയുള്ളൂ. ഈ പുഴയുടെ ഭൂരിഭാഗം ഭാഗത്തും നമ്മൾ കാണുന്ന ചാലക്കുടി പുഴയിലൊക്കെ കാണുന്ന പോലെ തന്നെ പാറയാണ് അടിഭാഗം. ഡാമിനോട് ചേർന്ന് കിടക്കുന്ന ഭാഗത്ത് വെള്ളം ഈ പാറയിൽ കൂടി ഒഴുകി അവിടെ താഴെ ചാടാനായിട്ട് സ്റ്റെപ്പ് പോലെയൊക്കെ വെച്ചിട്ടുണ്ട്. വളരെ മനോഹരമാണത്. ഇവിടെ കാണുന്ന പോലെ തന്നെ കോൺക്രീറ്റിംഗ് ഒന്നും ചെയ്യാതെ പൊളിഞ്ഞു കിടക്കുകയാണ് താഴെ ഭാഗങ്ങളെല്ലാം. അവിടെ എല്ലാം മെയിൻ്റനൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. വലിയൊരു വൃക്ഷം ഇവിടെ സംരക്ഷിച്ചു പോരുന്നുണ്ട്. ചുറ്റും തറയൊക്കെ കിട്ടി. ഇപ്പോൾ വർഷക്കാലം കഴിഞ്ഞുകൊണ്ട് തന്നെ ഇവിടെ വെള്ളത്തിന്റെ ലഭ്യത കുറവായതുകൊണ്ടായിരിക്കാം പുല്ലൊക്കെ ഉണങ്ങി കിടക്കുകയാണ്. വർഷകാലത്തെല്ലാം ഇവിടെ നല്ല ഭംഗിയുണ്ടായിരിക്കും. ഇവിടെ നിന്ന് ഈ തടയണയുടെ താഴേക്ക് ഇറങ്ങാനായിട്ട് ഒരു വഴിയുണ്ട്.
സ്റ്റെപ്പൊക്കെ കിട്ടി. പക്ഷെ ഇപ്പോൾ ഇവിടെ റിപ്പയർസ് എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രവേശനം നിരോധിച്ചിരിക്കുകയാണ്. കൂടുതൽ സ്ഥലങ്ങളിലും പ്രവേശിക്കുന്ന ഒരു കാരണം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ പ്രദേശമെല്ലാം മലിനമാകുന്നതുകൊണ്ടാണ്. പ്ലാസ്റ്റിക് വേസ്റ്റും മറ്റേ വേസ്റ്റും എല്ലാം വലിച്ചെറിഞ്ഞുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും ടൂറിസ്റ്റുകൾക്കുള്ള പ്രവേശനം നിരോധിച്ചിരിക്കുകയാണ്. ഇവിടെയും ഒരുപക്ഷെ അതുമായിരിക്കാം കാരണം. നമ്മളവിടെ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ഈ പാറയിൽ കൂടി ഇങ്ങനെ വെള്ളം ഒഴുകുന്നത് കാണാം. ഒരു സൈഡിൽ ഈ പാറയുടെ ലെവലിലാണ് വെള്ളം വരുന്നത്. പാറയിൽ കൂടെ ഒഴിഞ്ഞ് നേരെ താഴേക്ക് ചാടുകയാണ്. 2 സ്പിൽവേയിൽ കൂടി അല്പം വെള്ളം ചാടുന്നുണ്ട്. ഇവിടേക്ക് വരുമ്പോൾ സൂക്ഷിക്കേണ്ടത് പാറയിലെല്ലാം മഴക്കാലമൊക്കെ ആണെങ്കിൽ നല്ല വഴുക്കലുണ്ടായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഈ പുഴയിലേക്കൊക്കെ അല്പം ഇറങ്ങാനും ബുദ്ധിമുട്ടാണ്. ഇറങ്ങിയാൽ തന്നെ ചിലപ്പോൾ അടിയൊഴുക്കുള്ള ഉണ്ടായിരിക്കും. പാറയുടെ അടിയിലെല്ലാം ചിലപ്പോൾ കാലൊക്കെ കൊടുക്കും. അതുകൊണ്ടൊക്കെ ആണ് ഇവിടെ പ്രവേശനം നിരോധിച്ചിരിക്കുന്നത്. ഇവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഞാൻ അല്പം ഇവിടെ ഇറങ്ങി ഷൂട്ട് ചെയ്തതിനു ശേഷം ഞാൻ തിരിച്ചു കയറുകയാണ്. ഇവിടെയെല്ലാം റിപ്പയർ ചെയ്ത് മെയിൻ്റനൻസ് എല്ലാം കഴിഞ്ഞ് വൃത്തിയായി ഒരു ഗാർഡനിലെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ടൂറിസ്റ്റ് സ്പോട്ടായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു സ്ഥലമാണിത്. ഇവിടെ ഈ വീഡിയോയിൽ തന്നെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ എല്ലാം ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നതായിട്ട്. ഇതാണ് ആ ഗായത്രി പുഴയിൽ നിന്ന് സൈഡിലേക്ക് ഒഴുകുന്ന ചെറിയൊരു തോട്. തോടിന് കുറുകെയുള്ള ഒരു ചെറിയ ഒരു സ്ലാബിൽ കൂടി ക്രോസ് ചെയ്തിട്ട് വേണം തൽക്കാലം ഇങ്ങോട്ട് കിടക്കുന്നതിനായിട്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ അല്പം റിസ്ക്കുള്ളതാണെന്ന്. നിങ്ങൾക്ക് നേരെ കാണാം ഒരു സ്ലാബുകളുള്ളത്. അടിഭാഗമെല്ലാം പൊളിഞ്ഞ് മുകളിൽ ഒരാൾക്ക് കഷ്ടി നടക്കാവുന്നൊരു വഴിയാണ്. ബാലൻസ് ചെയ്ത് ഇങ്ങോട്ട് കയറണം. അതുപോലെ ഈ സൈഡിലേക്ക് വരികയാണെങ്കിലും ഈ മതിൽ പോലുള്ള ഈ കോൺക്രീറ്റിൽ കൂടെ ബാലൻസ് ചെയ്ത് വേണം പുറത്തേക്ക് പോരാനായിട്ടും. കുട്ടികളായിട്ടൊന്നും അങ്ങോട്ട് പോകരുത്. ഇവിടെയെല്ലാം പാറയുള്ള ഒരു പ്രദേശമാണ്. ഈ ഡാമിന് പുറഭാഗം കാണുന്നത് പാറ തന്നെയാണ്. വാഹനം നിർത്തിയതും ഒരു പാറയുടെ മുകളിൽ തന്നെയാണ്. അങ്ങനെ ഈ ചീരക്കുഴി ഡാമിന്റെ കാഴ്ചകളെല്ലാം കണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് മടങ്ങുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ മറ്റൊരു സ്ഥലവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.